നിങ്ങൾ ഗൂഗിൾ പേ, ഫോൺ പേ, ജാർ പോലുള്ള UPI ആപ്പുകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. റീസെൻ്റായിട്ട് സെബീൻ്റെ ഒരു സർക്കുലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ ഗോൾഡിലേക്ക്. എന്നാൽ ഇത്തരത്തിലുള്ള സ്കീമുകളൊന്നും സെബീൻ്റെ റെഗുലേഷൻസിൻ്റെ കീഴിൽ വരുന്നതല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റായിട്ട് എങ്ങനെയാണ് ഗോൾഡിലേക്ക് ഡിജിറ്റലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? അതിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ എന്നെ അത് മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഗോൾഡ് ETFകളാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ തുകകളായിട്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഒന്നിച്ചും ഇടാൻ പറ്റും. പക്ഷേ ഗോൾഡിൻ്റെ വില ഇത്ര കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നിച്ച് വലിയൊരു എമൗണ്ട് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല റൈറ്റ് ഡിസിഷൻ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. കമ്പാരിറ്റീവ്ലി റിസ്ക് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെറിയ തുകകളിലായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഡിജിറ്റലി ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുത്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.